മുതിർന്ന മുൻ KPCC അധ്യക്ഷനും ദീർഘകാലം UDF കൺവീനറും ആയിരുന്നു PP തങ്കച്ചൻ. 86 വയസ്സായിരുന്നു. മുൻ നിയമസഭാ സ്പീക്കറും സംസ്ഥാന കൃഷി മന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അനിൽ ജോർജ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനിൽ, കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസ് അനുഭാവികൾക്കൊക്കെ ഏറെ നഷ്ടകരം എന്നനുഭവപ്പെടുന്ന ഒരു വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഏറ്റവും ഒടുവിലായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എവിടെ വെച്ചായിരുന്നു? മറ്റ് നടപടിക്രമങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരാറായോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഗീത, ഇന്ന് 4:30 കേരള രാഷ്ട്രീയത്തിലെ അധികാരനായ UDF രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖമായ നേതൃത്വം വഹിച്ചിരുന്ന വ്യക്തിത്വമായിരുന്ന PP തങ്കച്ചൻ്റെ അന്ത്യം സംഭവിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം ദീർഘകാലമായി ആശുപത്രിവാസത്തിലായിരുന്നു. കുറേ നാളുകളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആരോഗ്യപരമായ കാരണങ്ങളാലായിരുന്നു അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നത്. ദീർഘകാലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘകാലം അദ്ദേഹം UDFന്റെ കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. മുന്നണിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ, ആ പ്രശ്നസങ്കീർണമായ ഒരു കാലയളവിൽ മുന്നണിയെ കൃത്യമായി കെട്ടുറപ്പോടുകൂടി നയിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു PP തങ്കച്ചൻ. കാരണം മുന്നണി ഭരണത്തിലിരിക്കെ തന്നെ കടുത്ത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടു. ഘടകകക്ഷി മന്ത്രിമാർക്കെതിരെ തന്നെയുള്ള വലിയ ആരോപണങ്ങൾ അടക്കം ഉള്ള വലിയ പ്രശ്നങ്ങളിൽ തട്ടി മുന്നണി ശിഥിലമായി പോകേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ മുന്നണിയെ കെട്ടുറപ്പോടെ നിലനിർത്താനൊക്കെ കഴിയുന്ന തരത്തിൽ UDF കൺവീനർ എന്ന സ്ഥാനം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ഒരാളായിരുന്നു PP തങ്കച്ചൻ. അതുപോലെ തന്നെ പാർട്ടി ഒരു നിർണായകമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരുന്നു KPCC പ്രസിഡന്റിന്റെ ചുമതല അദ്ദേഹം വഹിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ UDFനും ഒപ്പം തന്നെ കോൺഗ്രസിനും നിർണായകമായ ഒരു ഘടകത്തിൽ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സംരക്ഷകനായി നിലകൊണ്ട വ്യക്തിത്വം കൂടിയായിരുന്നു PP തങ്കച്ചൻ. ഒപ്പം ദീർഘകാലം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് MLA ആയി അദ്ദേഹം എറണാകുളം ജില്ലയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം MLA ആയി അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തെ മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. ഒപ്പം തന്നെ ദീർഘകാലം എറണാകുളം ജില്ലാ DCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എറണാകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നിലനിർത്തുവാനും വളർത്തുവാനും ഒക്കെ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഭയായ യാക്കോബായ സഭയുടെ പ്രമുഖനായ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ എറണാകുളത്ത് നിന്ന് കേരളത്തിൽ എമ്പാടും വളർന്ന് പന്തലിച്ച ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹം ദീർഘകാലമായി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും പ്രമുഖരായ എല്ലാവരും തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് നിന്ന് കൃത്യമായ നിലയിൽ ഒരു ഉപദേശം തേടുന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ നോക്കിക്കാണുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ തലയെടുപ്പുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ ദുഃഖകരമായ ഒരു സങ്കടകരമായ ഒരു സാഹചര്യമെന്ന് UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കേണ്ടി വരും. ദീർഘകാലം മാറി നിൽക്കുമ്പോഴും PP തങ്കച്ചൻ സജീവമായി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയെ വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് നേതാക്കന്മാരെല്ലാവരും കാണുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതുവരെ പ്രതികരിച്ച എല്ലാ നേതാക്കന്മാരും ആ രീതിയിൽ PP തങ്കച്ചൻ UDFന് നൽകിയ സംഭാവനയെക്കുറിച്ച്, UDF രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ച്, ഒപ്പം മുന്നണിയുടെ കെട്ടുറപ്പിന് നൽകിയ സംഭാവനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ദീർഘകാലമായി അദ്ദേഹം ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്റർ ആക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വെന്റിലേറ്റർ മാറ്റിയെങ്കിലും അദ്ദേഹത്തിന് ഓക്സിജൻ സപ്പോർട്ടോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ
അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരും എന്നൊരു പ്രതീക്ഷ കൂടി ആളുകൾ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനടക്കം അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് 4:30 അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. അത് ഡോക്ടർമാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് പാർട്ടി കൃത്യമായി പ്രഖ്യാപിക്കും ആണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ ആശുപത്രിയിലേക്ക് പി തങ്കച്ചനെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടിയൊക്കെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ എവിടെയാണ് ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്നത്? ഈ നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എപ്പോഴാണ് മറ്റു ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഒരു സ്ഥിരീകരിക്കാനാവുന്ന വിവരങ്ങൾ എപ്പോഴേക്കും എത്തും? അത് സംബന്ധിച്ച് എന്താണ് ഏറ്റവും പുതുതായി എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? രാജഗിരി ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉള്ളത്. അദ്ദേഹം കുറച്ച് നാളുകളായി ഇവിടെ ചികിത്സയിലായിരുന്നു. പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ദിവസങ്ങളായി അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസവും ഒക്കെ അദ്ദേഹം ഇവിടെ ചികിത്സയിലായിരുന്ന സമയത്തൊക്കെ തന്നെ കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർ അതുപോലെ തന്നെ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുള്ളതും ഈ ആശുപത്രിയിലാണ്, രാജഗിരി ആശുപത്രിയിലാണുള്ളത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എപ്പോൾ വീട്ടിലേക്ക് മാറ്റും എന്നതൊക്കെ സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും എത്തും. അതിനുശേഷം ഔദ്യോഗികമായി അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കന്മാരുമൊക്കെ എറണാകുളത്തുള്ള ആളുകളൊക്കെ ഈ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാൻ കഴിയില്ലാത്ത തരത്തിലുള്ള ഒരു നേതാവായിരുന്നു പി തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് പുറത്തേക്ക് വരികയും ചെയ്തത്. അതിനാൽ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പി തങ്കച്ചൻ്റെ സ്വന്തം തട്ടകം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ദീർഘകാലം അദ്ദേഹം ഇവിടെ DCCയുടെ പ്രസിഡന്റായിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നയിച്ച, ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അടിസ്ഥാനമിട്ട് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോയ നേതാവാണ് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹത്തെ വൈകാരികമായി സ്നേഹിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ യാക്കോബായ സഭയുമായി ഉള്ള ബന്ധമാണ്. അത്തരത്തിലുള്ള വൈകാരികമായ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വലിയ ജനസമൂഹവും ഈ എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുവാൻ, അദ്ദേഹത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കുവാനും വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായൊരു ക്രമീകരണം ഏർപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളത്. ഉന്നത നേതാക്കന്മാരെല്ലാവരും, കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ക്രമീകരണങ്ങൾ നടത്തി വരികയുമാണ് സംഗീത.